നമസ്കാരം, ഞാൻ പെണ്ണിന്റെ അച്ഛൻ മാധവൻ. സംഭൂജനായ ഗുരുജനങ്ങളെ, നാട്ടുകാരെ, എന്റെ മകളുടെ കല്യാണത്തിന്റെ തിരശ്ശീല ഉയരുന്നതിന് മുമ്പ് 2 വാക്ക്. ഇതൊരു സാധാരണ കല്യാണമല്ല. എന്റെ കുടുംബത്തിൽ നേരായ മാർഗത്തിൽ ഒരു കല്യാണവും നടന്നിട്ടില്ല. ഞാൻ തന്നെ കല്യാണം കഴിച്ചത് ഒരു പ്രത്യേക അഡ്ജസ്റ്റ്മെന്റിലാണ്. അതുകൊണ്ട് തന്നെ 3 ഭാര്യമാരും എനിക്കുണ്ടായി. എന്റെ അനുഭവം എന്റെ മകൾ രതിക്കുണ്ടാവരുതേ എന്ന പ്രതീക്ഷയോടുകൂടി ഈ കല്യാണത്തിന് ഞാൻ തിരശ്ശീല ഉയർത്തുകയാണ്. നിങ്ങൾ വന്നോ? നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. നമസ്കാരം. ഞാൻ കണ്ടു നിങ്ങളുടെ മൂത്ത മകനെ. അവനെ പറ്റി മിണ്ടിപ്പോകരുത്. അങ്ങനെ പറയരുത്. അവന് ഞാൻ നൊന്ത് പ്രസവിച്ചതല്ലേ. ബാക്കിയൊക്കെ നീ ബന്ധു പ്രസവിച്ചതാണോ? ബന്ധോ? അപ്പൊ നാളത്തെ കല്യാണം നടക്കില്ലേ? സാമ്പാറിന്റെ കഷ്ണം എന്നാ പറഞ്ഞേ. പീഡിപ്പിച്ചോ? ആരാണ് ഈ ഓൾഡ് ഈസ് ഗോൾഡ് പീഡിപ്പിച്ചത്? ബന്ധാണെന്ന് പറഞ്ഞ് പീഡിപ്പിച്ചു. അല്ല, മോളെപ്പഴ ഉറങ്ങുന്നത്, അല്ല ഇറങ്ങുന്നത്. അത് ആലോചിക്കുമ്പോഴാണ് ഞാൻ തളർന്നു പോകുന്നത്. 10-12 വർഷം ഈ കൈകളിൽ എടുത്തു വളർത്തിയതാണ് അവളെ. അപ്പൊ ദത്തെടുത്തതാണോ? അതല്ല, കട്ടിലേക്ക് കിടത്തിയ മൂട്ട കടിക്കും, തറയിൽ വെച്ചാൽ സീരികിൽ മുട്ടുമെന്ന് കരുതി ഈ ഡെസ്കിൽ കിടത്തിയാണ് ഞാൻ വളർത്തിയത്. എന്റെ മോളുടെ കുട്ടിക്കാലം എന്റെ കൺമുമ്പിൽ കിടന്ന് തത്തിത്തളാങ്ക് തരികിട തയ്യോ തത്തി കളിക്കുകയാണ്. ഞാൻ ഇന്നും ഓർക്കുന്നു, 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഏഴിമല കാണുവാൻ 7 ദിവസത്തേക്ക് 7 പിള്ളേരോടൊപ്പം പോയി അവളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചവരോട് മൗനം പാലിച്ചും മാനം കാത്തവളാണ് എന്റെ മുതൽ രതി. മനസ്സും ശരീരവുമല്ലാതെ മറ്റൊന്നും അവൾ ആർക്കും വേണ്ടി പണയം വെച്ചിട്ടില്ല. അവളാണ് ഈ വീടിന്റെ ഐശ്വര്യറാണി. ഒരു മെഗാ സീരിയലിന്റെ കാലം കാത്തിരുന്ന് കിട്ടിയതാണ് എനിക്ക് എന്റെ മകൻ രതിയെ. പരസ്യത്തിനിടയിൽ അല്പം കിട്ടുന്ന സീരിയല് പോലെ. സ്പോൺസർ ചെയ്തത് ഇത് ഞാൻ സ്വന്തമായി സ്പോൺസർ ചെയ്തതാണ്. ഈ സമയത്ത് മനസ്സ് പതറുന്നത്. എന്ത് പതറുന്നത്? എങ്ങനെ? അങ്ങനെ ആവരുത്. ബൈ. ഇത് മതി. രഘു എവിടെ പോയി? കുറെ സമയമായി ഞാനും അവനെ അന്വേഷിക്കുന്നു. എന്റെ മാനം കാക്കാൻ പിറന്നവരാണവൻ. തേണ്ടി തിരിഞ്ഞ് നടക്കുന്നുണ്ടാവും. എന്താ കാര്യം പറയൂ. പാചകത്തിനിടയിൽ ഗ്യാസ് തീർന്നു. വീണ്ടും എൻട്രൻസ് പരീക്ഷയോ? ഈ ഗ്യാസുകാരനെ കൊണ്ട് ഞാൻ തോറ്റു തൊപ്പിയിട്ട് പോയി. കല്യാണ വീട്ടിൽ എന്താണ് ചത്ത വീടിന്റെ മണന്നത്? ചത്തു. ആര്? ഗ്യാസ്. സാരം വിളിച്ച വിറകുണ്ടല്ലോ. മോനെ, ക്ഷണിച്ചവരും ക്ഷണിക്കാത്തവരും കല്യാണത്തിന് വന്നിട്ടുണ്ട്. ക്ഷണിച്ചവരൊക്കെ ടെറസിൽ കയറ്റി സ്മോൾ കൊടുത്തു വിടുക. ക്ഷണിക്കാത്തവരെ സംസാരിപ്പിച്ച് ബോറടിപ്പിച്ചു വിടൂ. ബോറടിപ്പിച്ചു വിടാൻ അച്ഛന്റെ ലങ്കാദഹനം ഒന്ന് അരങ്ങേറിയാലോ? എടാ മോനെ രഘു, കൊത്തി മുടത്തേക്കേറി കൊത്താടാ മകനെ. എടാ മകനെ ഭീമസേന. മോളടിച്ചവരോട് കവർ വാങ്ങാൻ മറക്കരുത്. ശരി അച്ഛൻ. എന്താടാ നീ എന്നതാടാ ഈ പറയുന്നേ? അച്ഛാ, നമ്മൾ ചതിരതിച്ചു. ഈശ്വര, വീണ്ടും ചതിരതിച്ചല്ലോ. അച്ഛനും തെറ്റി. അച്ഛാ, രതിയെ മുറിയിൽ കാണുന്നില്ല. എവിടെയാ പോയെന്നറിയില്ല. എന്ത് ചെയ്യും അച്ഛാ? പിന്നെ അച്ഛാ, അവിടെ മുറിയിൽ നിന്നും ഒരു ലെറ്റർ കിട്ടിയിട്ടുണ്ട്. ഈശ്വര, ആകെ പ്രോബ്ലമായല്ലോ. എന്റെ പൊന്നു ദൈവമേ, രതി പോയല്ലോ. മോനെ, ആരാണ് അവളെ ഡ്രൈവേഴ്സ് ചെയ്ത് കൊണ്ടുപോയത്? അച്ഛന്റെ കണ്ണട അടയുന്നതിന് മുമ്പ് രതിയെ കൊണ്ടുപോയനോട് ഞാൻ പ്രതികാരം ചെയ്യും. ഇത് സത്യം. പ്രിയപ്പെട്ട അച്ഛനും അമ്മയ്ക്കും ഞാൻ പോവുകയാണ്. പാചകക്കാരന്റെ കൂടെയാണ് ഇനിയുള്ള എന്റെ ജീവിതം. എല്ലാവരും കൂടി ഈ അച്ഛനെ തോൽപ്പിക്കുകയാണല്ലോടാ. ഒരു സത്യം ഞാൻ വെളിപ്പെടുത്തട്ടെ. 3 മാസം പ്രായമുള്ള ഒരു കൊച്ചു പാചകക്കാരൻ എന്റെ വയറ്റിൽ വളരുന്നുണ്ട്. എന്നോട് ക്ഷമിക്കണം. സഹിക്കാനും പൊറുക്കാനും നമ്മൾ നാടകക്കാർക്ക് മാത്രമല്ലേ കഴിയൂ. പോകുമ്പോൾ ഞാൻ ഒന്നും കൊണ്ടുപോകുന്നില്ല. എന്റെ കല്യാണത്തിന് അച്ഛൻ സ്വരുക്കൂട്ടി വെച്ച 51 പവനും 5 ലക്ഷം രൂപയും അമ്മയുടെ പുതിയ കാഞ്ചീപുരം സാരിയും അച്ഛന്റെ പെട്ടിയിൽ തന്നെയുണ്ട്. രക്ഷപ്പെട്ടു. ആ പെട്ടി മാത്രമേ ഞാൻ കൊണ്ടുപോകുന്നുള്ളൂ.
ഈശ്വരാ, ഞാൻ കാലമാടന്മാരിൽ ഒരു കാലത്തും ഗുണ വിളിക്കൂല. നിലവിളി. നീ അടങ്ങ് അടങ്ങ്, അല്ലെങ്കിൽ നീ ഒതുങ്ങ്. അയ്യോ അയ്യോ അയ്യോ. ഞാൻ പ്രതികാരം ചെയ്തച്ചാ. 3 മാസം ഗർഭിണിയെ നമ്മുടെ രതികയും കൊണ്ടാണ് ആ പാചകക്കാരൻ പോയതെങ്കിൽ പാചകക്കാരന്റെ പൂർണ്ണ ഗർഭിണിയായ ഭാര്യയും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതാ നോക്ക്, അനുഗ്രഹിക്കുവച്ചാ. ഇന്ദുമതി ചന്ദ്രവതി